ഓം ശാന്തി 29/8/2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, തന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി വികാരങ്ങളാകുന്ന മായയുടെ വലയിൽ നിന്നും സദാ രക്ഷപ്പെടണം. ദേഹാഭിമാനത്തിലേക്ക് ഒരിക്കലും വരരുത്. ചോദ്യം: പുണ്യാത്മാവായി മാറുന്നതിനായി ബാബ മുഴുവൻ കുട്ടികൾക്കും ഏത് മുഖ്യമായ ശിക്ഷണമാണ് നൽകുന്നത്? ഉത്തരം: ബാബ പറയുന്നു, കുട്ടികളെ, പുണ്യാത്മാവായി മാറണമെങ്കിൽ 1. ശ്രീമതത്തിലൂടെ സദാ നടന്നുകൊണ്ടിരിക്കൂ. ഓർമ്മയുടെ യാത്രയിൽ അശ്രദ്ധരാവരുത്. 2. ആത്മാഭിമാനിയായി മാറുന്നതിനായി പരിപൂർണ പുരുഷാർത്ഥം ചെയ്ത് കാമമാകുന്ന മഹാശത്രുവിന് മേൽ വിജയം പ്രാപ്തമാക്കണം. പുണ്യാത്മാവായി മാറി ഈ ദുഃഖധാമത്തിൽ നിന്നും സുഖധാമത്തിലേക്ക് പോകുന്നതിനുള്ള സമയം ഇത് തന്നെയാണ്. ഓം ശാന്തി. ബാബ തന്നെയാണ് ദിവസവും കുട്ടികളോട് ചോദിക്കുന്നത്. ശിവബാബയെ കുട്ടികൾ ഉള്ളവൻ എന്ന് പറയില്ല. ആത്മാക്കൾ അനാദിയാണ്, ബാബയും അനാദിയാണ്. ഈ സമയത്ത് ബാബയും ദാദയും ഒരുമിച്ചുള്ളപ്പോഴാണ് കുട്ടികളെ സംരക്ഷിക്കുന്നത്. എത്ര കുട്ടികളാണ്? അവരെയെല്ലാം സംരക്ഷിക്കണം. ഓരോരുത്തരുടെയും കണക്ക് നോക്കണം. എങ്ങനെയാണോ ലൗകിക പിതാവിന് ചിന്തയുള്ളത്, നമ്മുടെ കുട്ടിയും ഈ ബ്രാഹ്മണ കുലത്തിൽ വന്നാൽ നല്ലതാണ് എന്ന് കരുതുന്നു. നമ്മുടെ കുട്ടിയും പവിത്രമായി പവിത്ര ലോകത്തിലേക്ക് പോകണം. മായയുടെ ഈ പഴയ തോട്ടിൽ ഒഴുകിപ്പോകരുത്. പരിധിയില്ലാത്ത അച്ഛനും കുട്ടികളുടെ ചിന്തയുണ്ട്. എത്ര സെന്ററുകളുണ്ട്? ഏതു കുട്ടിയെ എവിടേക്ക് അയച്ചാൽ സുരക്ഷിതമായിരിക്കും? ഇന്ന് കാലത്ത് സുരക്ഷിതത്വവും ബുദ്ധിമുട്ടാണ്. ലോകത്തിൽ ഒരു സുരക്ഷിതത്വവുമില്ല. സ്വർഗത്തിലാണെങ്കിൽ എല്ലാം സുരക്ഷിതമായിരിക്കും. ഇവിടെയാണെങ്കിൽ ആർക്കും സേഫ്റ്റി ഇല്ല. എങ്ങനെയും വികാരമാകുന്ന മായയുടെ വലയിൽ കുടുങ്ങിപ്പോകുന്നു. ഇപ്പോൾ നിങ്ങൾ ആത്മാക്കൾക്ക് ഇവിടെ പഠിപ്പ് ലഭിക്കുകയാണ്. സത്യവുമായുള്ള സംഘവും ഇവിടെയാണ്. ദുഃഖധാമത്തിൽ നിന്നും ഉപരിയായി സുഖധാമത്തിലേക്ക് പോകണം. എന്തുകൊണ്ടെന്നാൽ കുട്ടികൾ ഇപ്പോൾ മനസ്സിലാക്കി ദുഃഖധാമം എന്താണ്, സുഖധാമം എന്താണ് എന്നുള്ളത്. ഇപ്പോൾ ദുഃഖധാമമാണ്. നമ്മൾ വളരെയധികം പാപം ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെ പുണ്യാത്മാക്കളാണ് വസിക്കുന്നത്. നമുക്കിപ്പോൾ പുണ്യാത്മാവായി മാറണം. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും തന്റെ 84 ജന്മങ്ങളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും മനസ്സിലാക്കി. ലോകത്തിലെ ആർക്കും 84 ജന്മങ്ങളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയില്ല. ഇപ്പോൾ ബാബയാണ് വന്ന് മുഴുവൻ ജീവിതകഥയും പറഞ്ഞു തന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് ഓർമ്മയുടെ യാത്രയിലൂടെ പൂർണമായും പുണ്യാത്മാവായി മാറണം. ഇതിലാണ് വളരെയധികം പേർക്ക് ചതി പറ്റുന്നത്. അതും അശ്രദ്ധ കാരണമാണ്. ബാബ പറയുന്നു, ഈ സമയത്ത് അശ്രദ്ധ നല്ലതല്ല. ശ്രീമത്തിലൂടെ നടക്കണം. അതിലും മുഖ്യ കാര്യം പറയുന്നു. 1. ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കൂ. 2. മഹാശത്രുവായ കാമത്തിനു മേൽ വിജയം നേടൂ. ബാബയെ എല്ലാവരും വിളിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ബാബയിലൂടെ ആത്മാക്കൾക്ക് ശാന്തിയുടെയും സുഖത്തിന്റെയും സമ്പത്ത് ലഭിക്കുന്നു. മുൻപ് ദേഹാഭിമാനത്തിലായിരുന്നതിനാൽ ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ കുട്ടികളെ ആത്മാഭിമാനിയാക്കി മാറ്റുകയാണ്. പുതിയവർക്ക് 1 പരിധിയുള്ള അച്ഛൻ, 2 പരിധിയില്ലാത്ത അച്ഛൻ. ഇരുവരുടെയും പരിചയം നൽകണം. പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും സ്വർഗം ലഭിക്കുന്നു. പരിധിയുള്ള അച്ഛനിൽ നിന്നും നരകമാണ് ലഭിക്കുന്നത്. കുട്ടി എപ്പോൾ പ്രായപൂർത്തിയാകുന്നുവോ അപ്പോൾ സമ്പത്തിന് അധികാരിയാവുന്നു. എപ്പോൾ വിവരം വെക്കുന്നോ
അപ്പോൾ പതുക്കെ പതുക്കെ മായയുടെ അധീനതയിലാകുന്നു. അതെല്ലാം രാവണ രാജ്യത്തിലെ ആചാര അനുഷ്ഠാനങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, ഈ ലോകം മാറുകയാണ്. ഈ പഴയ ലോകത്തിന്റെ വിനാശം ഉണ്ടാവുകയാണ്. ഒരു ഗീതയിൽ മാത്രമാണ് വിനാശത്തിന്റെ വർണ്ണനയുള്ളത്. ബാക്കി ഒരു ശാസ്ത്രത്തിലും മഹാഭാരത യുദ്ധത്തിന്റെ വർണ്ണനയില്ല. ഗീതയുടെ പുരുഷോത്തമ സംഗമയുഗം ഇതുതന്നെയാണ്. ഗീതയുടെ യുഗം അർത്ഥം ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന. ഗീത ദേവീ ദേവതാ ധർമ്മത്തിന്റെ ശാസ്ത്രമാണ്. അതിനാൽ ഇത് ഗീതയുടെ യുഗമാണ്. ഇപ്പോൾ പുതിയ ലോകത്തിന്റെ സ്ഥാപന നടക്കുകയാണ്. മനുഷ്യരും മാറണം. മനുഷ്യനിൽ നിന്നും ദേവത ആകണം. പുതിയ ലോകത്തിൽ തീർച്ചയായും ദൈവിക ഗുണങ്ങളുള്ള മനുഷ്യർ ആവശ്യമാണല്ലോ. ഈ കാര്യങ്ങൾ ലോകർക്ക് അറിയില്ല. അവർ കൽപ്പത്തിന് വളരെയധികം സമയം നൽകി. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. കൃഷ്ണനെ ഒരിക്കലും അച്ഛൻ, ടീച്ചർ, സദ്ഗുരു എന്ന് പറയുകയില്ല. കൃഷ്ണൻ ടീച്ചറാണെങ്കിൽ എവിടെ നിന്നും പഠിച്ചു? ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ വലിയ വലിയ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. സേവനത്തിന്റെ വൃദ്ധി എങ്ങനെ ഉണ്ടാകും എന്നതിൽ എല്ലാവരും ഒരുമിച്ച് ചർച്ച ചെയ്യണം. അഭിപ്രായം ചോദിക്കണം. അതിവേഗതയിലുള്ള സേവനം എങ്ങനെ ചെയ്യാം? ബ്രഹ്മകുമാരികളെക്കുറിച്ച് ഇത്രയും ബഹളം വെക്കുന്നവർ അവസാനം മനസ്സിലാക്കും ഇത് സത്യമാണെന്ന്. ബാക്കി ലോകം മുഴുവൻ അസത്യമാണ്. അതിനാൽ സത്യത്തിന്റെ തോണിയെ ആട്ടിക്കൊണ്ടിരിക്കും. കൊടുങ്കാറ്റ് വരുന്നുണ്ടല്ലോ. നിങ്ങൾ അക്കരെ എത്തുന്ന തോണികളാണ്. നിങ്ങൾക്കറിയാം, നമുക്ക് ഈ മായാവി ലോകത്തിൽ നിന്നും അക്കരെ എത്തണം. ഏറ്റവും ആദ്യം വരുന്ന നമ്പർ 1 കൊടുങ്കാറ്റ് ദേഹാഭിമാനമാണ്. ഇതാണ് ഏറ്റവും മോശം. ഇതാണ് എല്ലാവരെയും പതീതമാക്കി മാറ്റിയത്. അതിനാലാണ് ബാബ പറയുന്നത് കാമം മഹാശത്രുവാണ്. ഇത് വളരെ വേഗതയുള്ള കൊടുങ്കാറ്റാണ്. ചിലർ ഇതിൽ വിജയം നേടുന്നവരുമാണ്. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ പോയവരാണ്. എന്നിട്ടും രക്ഷപ്പെടുന്നതിനായി പരിശ്രമിക്കുന്നു. കുമാരി കുമാരന്മാർക്ക് വളരെ സഹജമാണ്. അതിനാലാണ് കണ്ണൻ എന്ന പേര് പാടപ്പെട്ടിട്ടുള്ളത്. ഇത്രയും കന്യകമാർ തീർച്ചയായും ശിവബാബയുടേതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ പഠിപ്പിലൂടെ മഹാറാണി ആവുകയാണ്. ഇതിൽ മുഖ്യമായും പവിത്രത ആവശ്യമാണ്. ഓർമ്മയുടെ ചാർട്ട് ശരിയാണോ എന്ന് സ്വയം നോക്കണം. ബാബയുടെ പക്കൽ ചിലരുടെ 5 മണിക്കൂർ, ചിലരുടെ 2-3 മണിക്കൂർ എന്നിങ്ങനെയുള്ള ചാർട്ടുകൾ വരുന്നു. ചിലരാണെങ്കിൽ എഴുതുന്നതേയില്ല. വളരെ കുറച്ചേ ഓർമ്മിക്കുന്നുള്ളൂ. എല്ലാവരുടെയും യാത്ര ഒരുപോലെ ആവില്ല. അനേകം കുട്ടികൾ അഭിവൃദ്ധി നേടുന്നുണ്ട്. ഓരോരുത്തരും തന്റെ ചാർട്ട് നോക്കണം. ഞാൻ ഏതുവരെ പദവി നേടും? എത്രത്തോളം സന്തോഷമുണ്ട്? എന്തുകൊണ്ട് നമുക്ക് സദാ സന്തോഷത്തിൽ ഇരുന്നുകൂടാ? കാരണം ഉയർന്നതിലും ഉയർന്ന ബാബയുടേതായി ഇപ്പോൾ മാറിയിരിക്കുന്നു. ഡ്രാമ അനുസരിച്ച് നിങ്ങൾ ഒരുപാട് ഭക്തി ചെയ്തിട്ടുണ്ട്. ഭക്തർക്ക് ഫലം നൽകുന്നതിനായി ബാബ വന്നിരിക്കുന്നു. രാവണ രാജ്യത്തിൽ വികർമ്മം സംഭവിക്കുക തന്നെ ചെയ്യും. സതോ പ്രധാനമായ ലോകത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നു. ആരാണോ പൂർണമായും പുരുഷാർത്ഥം ചെയ്യാത്തത് അവർ സതോയിൽ വരും. എല്ലാവരും ഇത്രയും ജ്ഞാനം എടുക്കില്ല. സന്ദേശം തീർച്ചയായും കേൾക്കും. പിന്നീട് എവിടെ വേണമെങ്കിലും ഉണ്ടാകും. അതിനാലാണ് ഓരോ കോണുകളിലും പോകണം എന്ന് പറയുന്നത്. വിദേശത്തേക്കും മിഷൻ പോകണം. നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം, യഥാർത്ഥത്തിൽ നമ്മൾ ദേവീ ദേവതാ ധർമ്മത്തിലേതായിരുന്നു. ഇപ്പോൾ ഹിന്ദു ധർമ്മത്തിലേതായി മാറി.
നിങ്ങളുടെ അടുത്തേക്ക് കൂടുതലും ഹിന്ദു ധർമ്മത്തിലുള്ളവരാണ് വരിക. അതിലും ആരാണോ ശിവന്റെ ദേവതകളുടെ പൂജാരികൾ അവർ വരും. എങ്ങനെയാണോ ബാബ പറഞ്ഞത്, രാജാക്കന്മാരുടെ സേവനം ചെയ്യൂ. അവർ സാധാരണയായി ദേവതകളുടെ പൂജാരികളാണ്. അവരുടെ വീട്ടിൽ ക്ഷേത്രമുണ്ടാകും. അവരുടെയും മംഗളം ചെയ്യണം. നിങ്ങളും മനസ്സിലാക്കൂ, നമ്മൾ ബാബയോടൊപ്പം ദൂരദേശത്ത് നിന്നും വന്നതാണ്. ബാബ വന്നിരിക്കുന്നത് പുതിയ ലോകം സ്ഥാപിക്കുന്നതിനാണ്. നിങ്ങളും സ്ഥാപിക്കുകയാണ്. ആരാണോ സ്ഥാപിക്കുന്നത് അവർ പാലിക്കുകയും ചെയ്യും. ഉള്ളിൽ ലഹരി ഉണ്ടായിരിക്കണം. നമ്മൾ ശിവബാബയോടൊപ്പം വന്നിരിക്കുകയാണ് ദൈവിക രാജ്യം സ്ഥാപിക്കുന്നതിന്, മുഴുവൻ ലോകവും സ്വർഗമാക്കി മാറ്റുന്നതിന്. ആശ്ചര്യം തോന്നും, ഈ ലോകത്തിൽ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂജ എങ്ങനെ ചെയ്യുന്നു? നവരാത്രിയിൽ ദേവിമാരുടെ പൂജ നടക്കാറുണ്ടല്ലോ. രാത്രിയുണ്ടെങ്കിൽ പകലും ഉണ്ടാകും. നിങ്ങളുടെ ഒരു ഗീതവും ഉണ്ടല്ലോ. എന്തത്ഭുതമാണ് കണ്ടത് എന്ന്. മണ്ണുകൊണ്ടുള്ള മൂർത്തിയുണ്ടാക്കി അലങ്കരിച്ച് അതിന്റെ പൂജ ചെയ്യുന്നു. അതിനോട് അത്രയും സ്നേഹമുണ്ടാകും. പിന്നീട് അതിനെ ഒഴുക്കിവിടുമ്പോൾ കരച്ചിൽ വരുന്നു. മനുഷ്യർ മരിക്കുമ്പോൾ ശവമഞ്ചത്തെയും കൊണ്ടുപോകുന്നു. ഹരി ഹരി എന്ന് പറഞ്ഞ് മുക്കിക്കളയുന്നു. വളരെയധികം പേർ പോകുന്നുണ്ടല്ലോ. നദി എപ്പോഴുമുണ്ട്. നിങ്ങൾക്കറിയാം, ഈ യമുന തീരത്തായിരുന്നു അവിടെ രാസലീല കളിച്ചിരുന്നത്. അവിടെ വലിയ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെയാണ് പോയി ഉണ്ടാക്കേണ്ടത്. ആരെങ്കിലും വലിയ പരീക്ഷകൾ പാസ്സായാൽ അപ്പോൾ അവരുടെ ബുദ്ധിയിലുണ്ടാകും, പാസ്സായി പിന്നീടിത് ചെയ്യണം, വീട് ഉണ്ടാക്കണം. നിങ്ങൾ കുട്ടികളും ചിന്തിക്കണം, ഞാൻ ദേവതയായി മാറും. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെയാണ് ജനിച്ചത്. നമ്മൾ ആത്മാക്കളുടെ വീട് മൂലവതനമാണ്. എത്ര സന്തോഷമുണ്ടാകുന്നു. മനുഷ്യർ ഇത്രയും ഭക്തി ചെയ്യുന്നത് മുക്തിക്ക് വേണ്ടിയാണ്. പക്ഷെ ഡ്രാമയിലെ പാർട്ട് ഇങ്ങനെയാണ്, ആരും തിരിച്ചു പോകുന്നില്ല. നിങ്ങൾക്കറിയാം, അവർക്ക് പകുതി കൽപ്പം തീർച്ചയായും പാർട്ട് അഭിനയിക്കണം. നമ്മുടെ 84 ജന്മം ഇപ്പോൾ പൂർത്തിയായി. ഇപ്പോൾ തിരിച്ചു പോകണം. പിന്നീട് രാജധാനിയിലേക്ക് വരും. വീടും രാജധാനിയും മാത്രമേ ഓർമ്മയുള്ളൂ. ഇവിടെ ഇരിക്കുമ്പോൾ ചിലർക്ക് തന്റെ ജോലി കാര്യങ്ങളെക്കുറിച്ചാണ് ഓർമ്മ. ബിർളയെ നോക്കൂ, എത്ര അധികം കച്ചവടമാണ് അവർക്ക്. മുഴുവൻ ദിവസവും അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അവരോട് ബാബയെ ഓർമ്മിക്കൂ എന്ന് പറഞ്ഞാൽ അവർക്ക് എത്ര ബുദ്ധിമുട്ടായി തോന്നും. മിനിറ്റിന് മിനിറ്റിന് ജോലി ഓർമ്മ വരും. ഏറ്റവും എളുപ്പം മാതാക്കൾക്കാണ്. അതിലും എളുപ്പം കന്യകമാർക്കാണ്. ജീവിച്ചിരിക്കെ മരിക്കണം. മുഴുവൻ ലോകത്തെയും മറക്കണം. നിങ്ങൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ശിവബാബയുടേതായി മാറിയിരിക്കുന്നു. ഇതിനെയാണ് ജീവിച്ചിരിക്കെ മരിക്കുക എന്ന് പറയുന്നത്. ദേഹസഹിതം ദേഹത്തിന്റെ മുഴുവൻ സംബന്ധങ്ങളെയും ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ശിവബാബയുടേതായി മാറണം. ശിവബാബയെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടെന്നാൽ പാപങ്ങളുടെ ഭാരം തലയിൽ വളരെയധികമുണ്ട്. എനിക്ക് ജീവിച്ചിരിക്കെ മരിച്ച് ശിവബാബയുടേതായി മാറണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. ശരീരത്തിന്റെ അഭിമാനം ഉണ്ടാകരുത്. നാം അശരീരിയായാണ് വന്നത്. അശരീരിയായി തന്നെ പോകണം. ബാബയുടേതായി മാറിയെങ്കിൽ പിന്നെ ബാബയെ അല്ലാതെ മറ്റാരെയും ഓർമ്മയുണ്ടാവരുത്. എത്രയും പെട്ടെന്ന് ഇങ്ങനെയായാൽ യുദ്ധവും വേഗം ആരംഭിക്കും. ബാബ എത്ര മനസ്സിലാക്കി തരുന്നു. നമ്മൾ ശിവബാബയുടേതല്ലേ. നമ്മൾ അവിടെ വസിക്കുന്നവരാണ്. ഇവിടെയാണെങ്കിൽ എത്ര ദുഃഖമാണ്. ഇപ്പോൾ ഇത് അന്തിമ ജന്മമാണ്. ബാബ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സതോ പ്രധാനമായിരുന്നപ്പോൾ ബാക്കി ആരും ഉണ്ടായിരുന്നില്ല.
നിങ്ങൾ എത്ര ധനികരായിരുന്നു. തീർച്ചയായും ഈ സമയത്ത് പൈസ കക്കയാണ്. എങ്കിലും ഇതൊന്നും ഒന്നുമല്ല, കക്കകളാണ്. ഇതെല്ലാം അല്പകാല സുഖത്തിനായുള്ളതാണ്. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. മുൻപ് ദാനപുണ്യങ്ങൾ ചെയ്താൽ ഒരുപാട് ധനം ലഭിക്കും. വീണ്ടും ദാനം ചെയ്യുന്നു. പക്ഷേ ഇത് ഒരു ജന്മത്തേക്കുള്ള കാര്യമാണ്. ഇവിടെയാണെങ്കിൽ ജന്മജന്മാന്തരങ്ങളിലേക്ക് ധനികനായി മാറുന്നു. എത്ര കൂടുതൽ കണക്കുണ്ടോ അത്രയും അധികം ദുഃഖവും അനുഭവിക്കണം. ആർക്കാണോ വളരെയധികം ധനമുള്ളത് അവർ കൂടുതൽ കുടുങ്ങിയിരിക്കുകയാണ്. ഒരിക്കലും നിൽക്കാൻ കഴിയില്ല. പാവപ്പെട്ട സാധാരണ ആളുകളെ സമർപ്പണമാവുകയുള്ളൂ. ധനികർ ഒരിക്കലും ആവില്ല. അവർ സമ്പാദിക്കുന്നത് പേരമക്കൾക്ക് വേണ്ടിയാണ്. തന്റെ കുലം മുന്നോട്ടു പോകണം എന്ന് കരുതുന്നു. സ്വയം ആ വീട്ടിൽ വരില്ല. പേരമക്കൾ വരണം. അവർ നല്ല കർമ്മം ചെയ്തിട്ടുണ്ട്. ആരാണോ വളരെയധികം ദാനപുണ്യങ്ങൾ ചെയ്യുന്നത് അവർ രാജാവാകും. പക്ഷെ സദാ ആരോഗ്യവാൻ ആയിരിക്കില്ല. രാജധാനിയുണ്ട് എന്നതിൽ എന്ത് കാര്യം? അവിനാശിയായ സുഖമില്ലല്ലോ. ഇവിടെ ഓരോ ചുവടിലും അനേക പ്രകാരത്തിലുള്ള ദുഃഖമുണ്ട്. അവിടെ ഈ ദുഃഖങ്ങളെല്ലാം ദൂരെയാവുന്നു. ഞങ്ങളുടെ ദുഃഖങ്ങൾ ദൂരെയാക്കൂ എന്ന് പറഞ്ഞാണ് ബാബയെ വിളിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, മുഴുവൻ ദുഃഖവും ദൂരെയാവുകയാണ്. ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. ബാബയിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും സമ്പത്ത് ലഭിക്കില്ല. ബാബ മുഴുവൻ വിശ്വത്തിന്റെയും ദുഃഖം ദൂരെയാക്കുന്നു. ഈ സമയത്ത് മൃഗങ്ങൾ പോലും എത്ര ദുഃഖത്തിലാണ്. ഇത് ദുഃഖധാമമാണ്. ദുഃഖം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തമോ പ്രധാനത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ സംഗമയുഗത്തിലാണ് ഇരിക്കുന്നത്. അവരെല്ലാവരും കലിയുഗത്തിലാണ്. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ബാബ നമ്മെ പുരുഷോത്തമരാക്കി മാറ്റുകയാണ്. ഇത് ഓർമ്മയുണ്ടെങ്കിലും സന്തോഷമുണ്ടാകും. ഭഗവാൻ പഠിപ്പിക്കുകയാണ്, വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുകയാണ്. ഇത് നന്നായി ഓർമ്മിക്കൂ. ഭഗവാന്റെ കുട്ടികൾ പഠിപ്പിലൂടെ ഭഗവാൻ ഭഗവതിയായി മാറണ്ടേ. ഭഗവാൻ സുഖം നൽകുന്നുണ്ടെങ്കിൽ പിന്നെ ദുഃഖം എങ്ങനെയാണ് ലഭിക്കുന്നത്? അതും ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. ഭഗവാന്റെ കുട്ടികൾ പിന്നെങ്ങനെയാണ് ദുഃഖിയാവുന്നത്? ഭഗവാൻ ദുഃഖഹർത്താവും സുഖകർത്താവുമാണ്. എന്നാൽ കുട്ടികൾ ദുഃഖത്തിലേക്ക് വരുന്നുണ്ട്. അതിനാലാണ് പാടുന്നത്. നിങ്ങൾക്കറിയാം, ബാബ നമ്മെ രാജയോഗം പഠിപ്പിക്കുകയാണ്. നാം പുരുഷാർത്ഥം ചെയ്യുകയാണ്. ഇതിൽ സംശയം ഉണ്ടാവുമോ? നമ്മൾ BK രാജയോഗം പഠിക്കുകയാണ്. അസത്യം പറയുമോ? ആർക്കെങ്കിലും ഈ സംശയം വന്നാൽ മനസ്സിലാക്കി കൊടുക്കണം. ഇത് പഠിപ്പാണ്. വിനാശം മുന്നിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ സംഗമയുഗി ബ്രാഹ്മണർ കുടുമിയാണ്. പ്രജാപിത ബ്രഹ്മാവുണ്ടെങ്കിൽ തീർച്ചയായും ബ്രാഹ്മണരും ഉണ്ടാകണം. നിങ്ങൾക്കും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോഴാണ് നിശ്ചയം വന്നത്. ബാക്കിയുള്ള മുഖ്യ കാര്യം ഓർമ്മയുടെ യാത്രയാണ്. ഇതിൽ തന്നെയാണ് വിഘ്നം ഉണ്ടാകുന്നത്. തന്റെ ചാർട്ട് നോക്കിക്കൊണ്ടിരിക്കൂ. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുണ്ട്? എത്രത്തോളം സന്തോഷത്തിന്റെ അതിര് കടക്കുന്നുണ്ട്? നമുക്ക് പതീത പാവനനായ ഭഗവാന്റെ കൂട്ട് ലഭിച്ചിരിക്കുന്നു. നമ്മൾ ബ്രഹ്മാവിലൂടെ ശിവബാബയുമായി ഹാൻഡ്ഷേക്ക് ചെയ്യുന്നു എന്നിങ്ങനെയുള്ള ആന്തരിക സന്തോഷത്തിൽ ഇരിക്കണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. തന്റെ വീടിനെയും രാജധാനിയെയും ഓർമ്മിച്ച് അളവറ്റ സന്തോഷത്തിലിരിക്കണം. സദാ ഓർമ്മ വേണം,
ഇപ്പോൾ നമ്മുടെ യാത്ര പൂർത്തിയായി. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് രാജധാനിയിലേക്ക് വരും. 2. നമ്മൾ ബ്രഹ്മാവിലൂടെ ശിവബാബയുമായി ഹാൻഡ്ഷേക്ക് ചെയ്യുകയാണ്. ആ ഭഗവാൻ നമ്മെ പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റുകയാണ്. നമ്മൾ ഈ പഠിപ്പിലൂടെ സ്വർഗത്തിലെ മഹാറാണിയാവും. ഈ ആന്തരിക സന്തോഷത്തിലിരിക്കണം. വരദാനം: 3 പ്രകാരത്തിലെയും വിജയത്തിന്റെ മെഡൽ പ്രാപ്തമാക്കുന്ന സദാ വിജയിയായി ഭവിക്കട്ടെ. വിജയമാലയിൽ നമ്പർ പ്രാപ്തമാക്കുന്നതിനായി ആദ്യം സ്വയത്തിനു മേൽ വിജയി, പിന്നീട് സർവരുടെയും മേൽ വിജയി, പിന്നെ പ്രകൃതിയുടെ മേൽ വിജയിയും ആകൂ. ഈ 3 പ്രകാരത്തിലെയും വിജയത്തിന്റെ മെഡൽ പ്രാപ്തമാകുമ്പോഴാണ് വിജയമാലയിലെ മുത്താകാൻ കഴിയുന്നത്. സ്വയത്തിന് മേൽ വിജയിയാകുന്നതിന്റെ അർത്ഥമാണ് തന്റെ വ്യർത്ഥ ഭാവസ്വഭാവം ശ്രേഷ്ഠഭാവവും ശുഭഭാവനയുമായി പരിവർത്തനം ചെയ്യുക. ആരാണോ സ്വയത്തിനു മേൽ വിജയിയാകുന്നത് അവരാണ് മറ്റുള്ളവരുടെ മേൽ വിജയം പ്രാപ്തമാക്കുന്നത്. പ്രകൃതിയുടെ മേൽ വിജയം പ്രാപ്തമാക്കുന്നതിന്റെ അർത്ഥമാണ് വായുമണ്ഡലത്തിന്റെയും വൈബ്രേഷന്റെയും സ്ഥൂല പ്രകൃതിയുടെയും പ്രശ്നങ്ങൾക്ക് മേൽ വിജയിയാകുക. സ്ലോഗൻ: സ്വയത്തിന്റെ കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ പൂർണമായി രാജ്യം ഭരിക്കുന്നവരാണ് സത്യമായ രാജയോഗികൾ. അവ്യക്ത സൂചന: സഹജയോഗിയാകണമെങ്കിൽ പരമാത്മ സ്നേഹത്തിന്റെ അനുഭവിയാകൂ. കുട്ടികളായ നിങ്ങൾക്ക് ജ്ഞാനത്തിനോടൊപ്പം സത്യമായ ആത്മീയ സ്നേഹം കിട്ടി. ആ ആത്മീയ സ്നേഹമാണ് പ്രഭുവിന്റേത് ആക്കിയത്. ഓരോ കുട്ടിക്കും ഡബിൾ സ്നേഹം കിട്ടി. ഒന്ന് ബാബയുടേത്, രണ്ടാമത്തേത് ദൈവിക പരിവാരത്തിന്റേത്. സ്നേഹത്തിന്റെ അനുഭവം ശലഭമാക്കി. സ്നേഹമാണ് കാന്തത്തിന്റെ ജോലി ചെയ്യുന്നത്. പിന്നീട് കേൾക്കാനും മരിക്കാനും തയ്യാറാകുന്നു. സംഗമത്തിൽ ആരാണോ സ്നേഹത്തിൽ ജീവിച്ചിരുന്നും മരിക്കുന്നത് അവരാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. ഓം ശാന്തി.